ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബർ 28-ന് ഒരുക്കങ്ങൾ വിലയിരുത്താൻ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്നു. വയനാട് ദുരന്തം പരിഗണിച്ച് ഓണാഘോഷം ഉൾപ്പെടെയുള്ള സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീട്ടിവെച്ചതെന്നും എന്നാൽ സർക്കാർ തന്നെ ഇടപെട്ട് പൂർവാധികം ഭംഗിയായി വള്ളംകളി സംഘടിപ്പിക്കുകയാണെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിനുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി വരികയാണ്. ആലപ്പുഴ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വള്ളംകളി ഭംഗിയായി നടത്താൻ ടൂറിസം വകുപ്പ് 1 കോടി രൂപ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഇതിനു പുറമെ ചെയ്യാൻ സാധിക്കുന്ന സഹായങ്ങൾ പരിഗണനയിലാണെന്നും മറ്റ് കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിവിധ കമ്മിറ്റികളുടെ അവലോകനവും യോഗത്തിൽ നടന്നു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം.പി, എം.എൽ.എമാരായ പി ചിത്തരഞ്ജൻ, എച്ച് സലാം, നഗരസഭാ ചെയർപേഴ്സൺ കെ ജയമ്മ, ജില്ലാ പോലീസ് മേധാവി എം.പി മോഹനചന്ദ്രൻ, സബ് കളക്ടർ സമീർ കിഷൻ, മുൻ എം.എൽ.എമാരായ സി.കെ സദാശിവൻ, കെ ഷാജു തുടങ്ങിയവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. കെ.സി. വേണുഗോപാൽ എം.പി ഓൺലൈനായി യോഗത്തിൽ പങ്കുചേർന്നു. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ നടത്താനുള്ള എല്ലാ സാധ്യതകളും സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. വള്ളംകളി എന്നത് ആലപ്പുഴയുടെ മാത്രമല്ല കേരളത്തിന്റെ പൊതുവികാരമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് CBL മുടങ്ങുന്ന സാഹചര്യമുണ്ടായത്. അതേസമയം CBL ഉപേക്ഷിച്ചിട്ടില്ലെന്നും അതിന് ആവശ്യമായ സമയമെടുത്ത് എങ്ങനെ നടത്താൻ പറ്റും എന്ന ആലോചനയിലാണ് സർക്കാരെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആലപ്പുഴ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. CBL-ആയിട്ട് ബന്ധപ്പെട്ട് CBL കുറച്ച് സമയമെടുത്ത് തയ്യാറെടുപ്പ് വേണ്ടതാണ്. കുറേ മറ്റ് കേന്ദ്രങ്ങളുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഓണാഘോഷ പരിപാടികൾ മാറ്റിവെച്ചതിൻ്റെതായിട്ട് മാറ്റി വെക്കേണ്ടി വന്നു. എന്നാൽ നമുക്കത് ഇനി എങ്ങനെ നടത്താൻ പറ്റുമെന്നുള്ള ആലോചിക്കുക. അത് പൊതുവേ ബോർഡുണ്ട്, മറ്റ് സംവിധാനങ്ങളിത് ആലോചിച്ച് എങ്ങനെയൊക്കെ നടത്താം, എന്തൊക്കെയാണ് അതിന് നടത്താൻ പറ്റുന്ന സാധ്യത പരിശോധിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഈ ചാമ്പ്യൻസ് ലീഗ് റദ്ദാക്കി എന്നുള്ളൊരു നേരത്തെ ഉത്തരവ് വന്നിരുന്നു. അപ്പോൾ അത് അന്നത്തെ സാഹചര്യമാണല്ലോ. അപ്പോൾ നമുക്കറിയാലോ അതിൻ്റെ തയ്യാറെടുപ്പിന് തന്നെ സമയം വേണം. തയ്യാറെടുപ്പിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഒരു ഫണ്ടഡ് പ്രോഗ്രാംസ് കംപ്ലീറ്റ് മാറ്റാൻ വേണ്ടി തീരുമാനിച്ച സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിൽ അതേ വഴിയുള്ളൂ. അത് ചെയ്തു. പക്ഷെ അത് എപ്പോൾ നടത്താൻ പറ്റും, അതിന് പറ്റിയ അതിൻ്റെ മറ്റ് കാര്യങ്ങളും പശ്ചാത്തല സൗകര്യവും ഒക്കെ പരിശോധിക്കണമല്ലോ. ഒക്കെ പരിശോധിച്ച് എങ്ങനെ നടത്താൻ പറ്റും എന്നുള്ള ആലോചിക്കും. അത് നേരത്തെ തന്നെ തീരുമാനിച്ചാണ്. അത് ആ നിലയിൽ ബന്ധപ്പെട്ടവരെല്ലാം നമ്മുടെ ജില്ലയിലെ മന്ത്രിമാരുണ്ട്, ഇതിനൊരു ബോർഡുണ്ട്. ഇതൊക്കെ ആയിട്ട് ആലോചിച്ച് ചർച്ച ചെയ്ത് പറ്റുന്ന സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കി അതിൽ തീരുമാനം കഴിക്കും. എന്തായാലും വള്ളംകളിയും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സഞ്ചാരികൾ ഉൾപ്പെടെ ആകർഷിക്കപ്പെടുന്ന ഇത്തരം പരിപാടികൾ എല്ലാ നിലയിലും ആലപ്പുഴയുടെ മാത്രം വികാരമല്ല, കേരളത്തിൻ്റെ ആകെ വികാരമാണ്. ആ നിലയിൽ ഇതിൻ്റെ എല്ലാ നിലയിലുമുള്ള പിന്തുണയുമായിട്ടാണ് ടൂറിസം വകുപ്പ് സർക്കാർ. വള്ളംകളി എന്നത് ആലപ്പുഴക്കാരുടെ മാത്രം വികാരമല്ലെന്നും അത് കേരളത്തിൻ്റെ പൊതുവികാരമാണെന്നും മന്ത്രി പറഞ്ഞു. ജലോത്സവങ്ങൾ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് പകരുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി. മുട്ടാർ ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൈതത്തോട് ജലോത്സവത്തിൽ കോട്ടപ്പറമ്പൻ ജേതാക്കളായി. കോമങ്കരി ഇസ്രായേൽ ബോട്ട് ക്ലബിലെ ചുണക്കുട്ടികളായിരുന്നു ഈ വെപ്പ് എ ഗ്രേഡ് വള്ളത്തിൽ തുഴയെറിഞ്ഞത്. 17-ാം നമ്പരും അതേ പുത്തൻകണ്ടത്തിൽ കരിപ്പുഴ ക്ലാസിക് കരിപ്പുഴ ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ ഷിബു പതിനാഞ്ചിന്റെ നേതൃത്വത്തിൽ പള്ളിപ്പാട് ബോൾ ക്ലബിന്റെ സെന്റ് ആന്റണീസും തമ്മിൽ ഫൈബർ വെപ്പ് വള്ളങ്ങളില് വളരെ മനോഹരമായി നമ്മുടെ ജലോത്സവത്തിന് വേണ്ട സഹായ സഹകരണം നൽകി നമ്മോടൊപ്പം എന്നും നമ്മളിൽ ഒരാളായി നമ്മോടൊപ്പം നിൽക്കുന്ന ശ്രീ P.K. വേണുഗോപാലിനെയും ജോയിന്റ് ജനറൽ കൺവീനർ ശ്രീ അഭിലാഷ് കടത്തനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പ്രീത കൊച്ചുമോനായിരുന്നു 1ാം സ്ഥാനത്തെത്തിയ കോട്ടപ്പറമ്പൻ വള്ളത്തിന്റെ ക്യാപ്റ്റൻ. ഫാദർ റോയി മാത്യു പൊങ്ങനാന്തടത്തിൽ ക്യാപ്റ്റനായുള്ള കായൽപ്പുറം സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് തുഴഞ്ഞ ആശ പുളിക്കക്കളം വെപ്പ് എ ഗ്രേഡിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ആറന്മുള മുല്ലപ്പുഴശ്ശേരി ബോട്ട് ക്ലബ് തുഴഞ്ഞ PG കരിപ്പുഴ വെപ്പ് B ഗ്രേഡിൽ 1ാമതെത്തി. വിഷ്ണു വിജയനായിരുന്നു ക്യാപ്റ്റൻ. ഈ വിഭാഗത്തിൽ പുന്നത്ര പുരക്കനായിരുന്നു 2ാം സ്ഥാനം. കാരിക്കുഴി ബ്രദേഴ്സ് ബോട്ട് ക്ലബ് തുടങ്ങിയ വള്ളത്തിന്റെ ക്യാപ്റ്റൻ കൈപ്പള്ളി മുട്ടേൽ KT ഗോപിയായിരുന്നു. ഇരുട്ടുകുത്തി B ഗ്രേഡിൽ ജലറാണിയും കുറുപ്പ് പറമ്പനും ജേതാക്കളായി. ഫൈബർ വെപ്പ് വള്ളത്തിന്റെ മത്സരത്തിൽ പുത്തൻകണ്ടത്തിൽ 1ാം സ്ഥാനം നേടിയപ്പോൾ ഈ വിഭാഗത്തിൽ സെന്റ് ആന്റണിക്കായിരുന്നു 2ാം സ്ഥാനം. ജലോത്സവത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ ജലോത്സവ സമിതി ചെയർമാൻ തോമസ് കുട്ടി മാത്യു ചീരംവേലിൽ അധ്യക്ഷനായിരുന്നു.
ജനപ്രതിനിധികളും വിശിഷ്ടാതിഥികളും ഒരുമിച്ച് ചേർന്ന് നിലവിളക്ക് കൊളുത്തി ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ലിജു എൽ കണിച്ചേരി മാസ്ഡലിന് നേതൃത്വം നൽകി. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ മാസ്ഡൽ സല്യൂട്ട് സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു ഐസക് രാജു ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓണത്തിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഈ മുട്ടാർ കൈതത്തോടെ ജലോത്സവം ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 7 വർഷവും എനിക്ക് ഇവിടെ പതിവായി വന്ന് സംബന്ധിക്കുവാനും നിങ്ങളോടൊപ്പം സന്തോഷിക്കുവാനും ഇടയാകുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. വളരെ ക്രമീകൃതമായ രീതിയിൽ തോമസ് സാർ പറഞ്ഞതുപോലെ ഈ ക്ലബ് അംഗങ്ങളുടെ നല്ലൊരു നേതൃത്വത്തോടുകൂടി പ്രയത്നത്തോടുകൂടി നാട്ടിലെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നടത്തുന്ന ഈ ജലോത്സവത്തിന്റെ സംഘാടകരെ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഇത് വളരെ ഭംഗിയായ രീതിയിൽ വീണ്ടും നടത്തുവാനും ഇന്നത്തെ ഈ പ്രവർത്തനങ്ങൾ ജലോത്സവത്തിന്റെ ഈ പരിപാടികൾ വളരെ ഗംഭീരമായ രീതിയിൽ നടത്തുവാൻ എല്ലാ ഐശ്വര്യങ്ങളും ജഗദീശ് ദാനം ചെയ്യട്ടെ എന്ന് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ആശംസിച്ചുകൊണ്ട് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വേണുഗോപാൽ പുരസ്കാര സമർപ്പണം നടത്തി. RC ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റജി ചെറിയാൻ സമ്മാനദാനം നിർവഹിച്ചു. ജലോത്സവ സമിതി വൈസ് ചെയർമാൻ സിജോയ് സി ചാക്കോ, ക്ലബ് പ്രസിഡന്റ് ജോബിൻ ജെ പുയ്യപ്പള്ളി, ജനറൽ കൺവീനർ KP കുഞ്ഞുമോൻ, രക്ഷാധികാരി സണ്ണി തോട്ടുകടവിൽ, പഞ്ചായത്ത് അംഗം എബ്രഹാം ചാക്കോ, മാത്യു ഇ ശ്രാമ്പിക്കൽ, KK പ്രസന്നൻ, ഷനിൽ KK, അഭിലാഷ് കട്ടത്ര തുടങ്ങിയവർ സംസാരിച്ചു. നീരേറ്റുപുറം ജലോത്സവത്തിൽ പമ്പയുടെ വിരിമാറിലേക്ക് തുഴയെറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ആവേശത്തിലാണ് ഒരു നാടൊന്നാകെ. മത്സരത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കുട്ടനാട് കേബിൾ വിഷനിലും. നീരേറ്റുപുറം ഗ്രാമം ആവേശത്തിലെത്തിക്കഴിഞ്ഞു. ജലോത്സവം പമ്പയുടെ ഓളപ്പരപ്പിൽ അരങ്ങേറാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. എണ്ണം പറഞ്ഞ 9 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 50ഓളം കളിവള്ളങ്ങളാണ് ഒരു നാടിനെ ഒന്നാകെ ആവേശത്തിന്റെ ഉച്ചസ്ഥായിലെത്തിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. പരിശീലന തുഴച്ചിലും പാരമ്യത്തിലെത്തിക്കഴിഞ്ഞു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മുതൽ നീരേറ്റുപുറം പമ്പ വാട്ടർ സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ ഓരോ വിഭാഗങ്ങളിലായി അരങ്ങേറും. ജലോത്സവത്തിൻ്റെ ദൃശ്യങ്ങൾ KCB 32 നമ്പർ സ്മാർട്ട് ചാനലിലും കുട്ടനാട് കേബിൾ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യും. അപ്പോൾ വള്ളംകളി നീരേറ്റുപുറം ഗ്രാമത്തിൻ്റെ മാത്രമല്ല, കുട്ടനാടിൻ്റെ മാത്രമല്ല, ആലപ്പുഴ ജില്ലയുടെയും മാത്രമല്ല, കേരളത്തിൻ്റെ ഒന്നാകെയുള്ള ആവേശമായി പടരും. മന്ത്രിമാരായ സജി ചെറിയാൻ, വീണ ജോർജ്, MP രാജേഷ് ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരാണ് ജലോത്സവത്തിൻ്റെ ആരവവും ആവേശവും ഏറ്റുവാങ്ങാൻ നാളെ നീരേറ്റുപുറത്തെത്തുക. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഓണക്കാലത്ത് പാലിനും പാലുൽപ്പന്നങ്ങൾക്കും റെക്കോർഡ് വിൽപ്പനയാണ് നേടാൻ കഴിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു. സവിനയം പടത്തെ ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുകയും സ്നേഹത്തിന്റെ ഭാഷയിൽ സന്തോഷം. ക്ഷീര കർഷകരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി ചിഞ്ചുറാണി വ്യക്തമാക്കി. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെയും ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീരസംഘങ്ങളുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാഴൂർ ബ്ലോക്ക് തല ക്ഷീരസംഗമം നെടുമണി സെന്റ് അൽഫോൻസ് UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ക്ഷീരമേഖലകളിൽ പുതിയ അനുഭവങ്ങൾ, പുതിയ പ്രോജക്റ്റുകൾ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ക്ഷീര കർഷകരെ നിലനിർത്തുക എന്ന വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് എത്തിച്ചേർന്നത്. നമുക്കറിയാം, പാലുൽപാദന രംഗം എന്ന് പറയുമ്പോൾ കേരളത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാം പോകുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഓണക്കാലത്തെ നിങ്ങളുടെ പാലിന്റെ ആ വിൽപ്പന തന്നെ എടുത്ത് പരിശോധിച്ചാൽ റെക്കോർഡ് വിൽപ്പന കഴിഞ്ഞ തവണയും നമ്മുടെ റെക്കോർഡായിരുന്നു. പക്ഷെ ഈ തവണ അതിനെയും മറികടന്നുകൊണ്ട് ഈ കേരളത്തിൽ ഇന്ന് പായസം വെക്കണമെങ്കിലും നമ്മുടെ കേരളത്തിൽ പശുവിൻ പാൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മിൽമ പാൽ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ തേങ്ങ ഉൾപ്പെടെ മാറ്റി നിർത്തുകയാണ് കേരളത്തിലെ സാധാരണ ആൾക്കാർ. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ പായസം ഉൾപ്പെടെ വെക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ പാലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ പാലിന്റെ നമുക്ക് ഉൽപാദനം കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ളതല്ല, പാലിന്റെ വിൽപ്പന വളരെയധികം കൂടി എന്നുള്ളതാണ്. തൈരിന്റെ വിൽപ്പന നല്ല കൂടി, അതെല്ലാം റെക്കോർഡ് കളക്ഷനിലേക്ക് നമ്മുടെ കേരളത്തിൽ ഈ ഓണക്കാലത്ത് മിൽമ പോയി എന്നുള്ളതാണ്. ഇപ്പൊ പലിശ ഇല്ലാത്ത ലോണുകൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത്.
നിങ്ങൾ 1 ലക്ഷം രൂപയുടെ ഒരു പശുവിനെ ബാങ്ക് വഴി ലോൺ വഴി എടുത്തു കഴിഞ്ഞാൽ 4 രൂപ അതിന്റെ 4 രൂപയുടെ അതിന്റെ പലിശ നമ്മുടെ ഗവൺമെന്റ് അടയ്ക്കും. അപ്പൊ പലിശയിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ നിങ്ങൾക്ക് അല്ലാതുള്ള നിങ്ങൾക്ക് ലോണുകൾ ധാരാളം നമ്മുടെ ബാങ്ക് വഴി നിങ്ങൾക്ക് തരുന്നുണ്ട്. പ്രതിദിനം 2 ലക്ഷം ലിറ്റർ പാലിന്റെ കുറവാണ് സംസ്ഥാനത്തുള്ളത്. പാലുൽപാദനത്തിൽ ഈ വർഷം സ്വയം പര്യാപ്തത നേടുക എന്നതായിരുന്നു സംസ്ഥാനത്തിന്റെ ലക്ഷ്യം. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം വെല്ലുവിളിയായി. കടുത്ത ചൂടും തുടർച്ചയായ മഴയും പശുക്കളുടെ ആരോഗ്യത്തെയും തീറ്റപ്പുൽ കൃഷിയെയും ബാധിച്ചു. എങ്കിലും ഓണക്കാലത്ത് മിൽമയ്ക്കടക്കം റെക്കോർഡ് വിൽപ്പന സാധ്യമായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വാഴൂർ ബ്ലോക്കിലെയും പരുത്തിമുട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെയും മികച്ച ക്ഷീര കർഷകരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എസ് റംല ബീഗം, സി ജെ ബീന, രവി വി സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകലാ റെക്കോർഡിൽ 2 ദിവസത്തിനിടെ വർദ്ധിച്ചത് 1000 രൂപ. 55,680 രൂപയായിരുന്നു ശനിയാഴ്ച 1 പവൻ സ്വർണത്തിന്റെ വില. ശനിയാഴ്ച പവന് 600 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചത്. ഗ്രാമിന് കൂടിയത് 75 രൂപ. ഇപ്പോൾ 1 ഗ്രാം സ്വർണത്തിന്റെ വില 6,960 രൂപയാണ്. പവന് 55,680. കഴിഞ്ഞ മെയ് മാസം രേഖപ്പെടുത്തിയ പവന് 55,120 രൂപ എന്ന റെക്കോർഡാണ് ഇപ്പോൾ തിരുത്തപ്പെട്ടിരിക്കുന്നത്. ആഗോള വിപണിയിലെ വില വർധനവാണ് സംസ്ഥാനത്തും സ്വർണ്ണവില ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. SNDP യോഗം ശാഖാ നമ്പർ 1A ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തിൽ നടത്തിയ ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണം ഭക്തിസാന്ദ്രം. ഗുരുമന്ദിരത്തിൽ രാവിലെ 5-ന് നട തുറന്ന് കർമ്മങ്ങൾ ആരംഭിച്ചു. 6:30-ന് ഉഷപൂജയ്ക്ക് ആനന്ദാശ്രമത്തിൽ തുടക്കമായി. 8-ന് സമൂഹ ശാന്തി ഹവനം, 9-ന് ഗുരുപൂജ എന്നിവയ്ക്ക് ശേഷം ഉപവാസ പ്രാർത്ഥനയ്ക്ക് സമാരംഭം കുറിച്ചു. പത്ത് 30-ന് ഗുരുധർമ്മ പ്രഭാഷക കീർത്തന രാജ്കുമാർ പ്രഭാഷണം നടത്തി. ഉച്ചകഴിഞ്ഞ് 2-ന് സമൂഹ പ്രാർത്ഥനയ്ക്ക് തുടക്കമായി. തുടർന്ന് കലശപൂജ, അഷ്ടോത്തരാർച്ചന, ദൈവദശക ജപം എന്നിവയ്ക്ക് ശേഷം 3:30-നായിരുന്നു മഹാസമാധി ആചരണം. തുടർന്ന് പൂമൂടൽ എന്നറിയപ്പെടുന്ന പുഷ്പാഭിഷേകം ആരംഭിച്ചു. പുഷ്പാഭിഷേകത്തിന് ശേഷം മഹാഗുരുപൂജയും തുടർന്ന് പ്രസാദ വിതരണവും നടത്തി. ക്ഷേത്രം മേൽശാന്തി ജിബിലേഷ് ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിലും ആദിത്യൻ, അബീൻ എന്നീ കീഴ്ശാന്തിമാരുടെ സഹകാർമ്മികത്വത്തിലുമായിരുന്നു ചടങ്ങുകൾ. SNDP യോഗം രാമങ്കരി 7-ാം നമ്പർ ശാഖയിലും കണ്ണാടി കിഴക്ക് 2349-ാം നമ്പർ ശാഖയിലും ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനം ഭക്തിയാദരപൂർവ്വം ആചരിച്ചു. ശാന്തിയാത്രയിലും മറ്റു കർമ്മങ്ങളിലും നിരവധി ശ്രീനാരായണീയർ പങ്കെടുത്തു. രാമങ്കരി 7-ാം നമ്പർ ശാഖ ഗുരുക്ഷേത്രത്തിൽ രാവിലെ 5-ന് നട തുറന്ന് കർമ്മങ്ങൾ ആരംഭിച്ചു. 7:30-ന് ഗുരുപുഷ്പാഞ്ജലി, 8:30-ന് മഹാശാന്തി ഹോമം എന്നിവയ്ക്ക് ശേഷം 9:30-ന് ഗുരുഭാഗവത പാരായണം ആരംഭിച്ചു. 11-ന് SNDP യോഗം കുട്ടനാട് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം TS പ്രദീപ് കുമാർ മഹാസമാധി സന്ദേശം നൽകി. 12:30-ന് ശ്രീനാരായണ ദർശന പഠന കേന്ദ്രം ഡയറക്ടർ നെടുങ്കണ്ടം വിജയലാൽ സർവ്വലോകാനുരൂപനായ മഹാഗുരു എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. കാണാൻ പറ്റില്ല. കാരണം ആ തീർത്ഥക്കിണറ് ഇന്ന് പാചകപ്പുരയ്ക്കുള്ളിലാണ്. അതിനെ അകത്താക്കിക്കൊണ്ടാണ് പാചകപ്പുര അകതപുര നിർമ്മിച്ചിരിക്കുന്നത്. കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അകത്തേക്ക് കാണാൻ പറ്റുള്ളൂ. തീർത്ഥക്കിണർ തീർന്നില്ല. ഒരു കിണർ നിർമ്മിച്ചു, അത് വാക്ക് പറഞ്ഞത് സ്വാമിയോട്. പക്ഷേ പറഞ്ഞ സമയത്ത് ചെയ്തു കൊടുത്തില്ല. അതുകൊണ്ട് പ്രായശ്ചിത്തമായിട്ട് 1 കിണർ കൂടി നിർമ്മിച്ചു. രാമൻ ഹരിപുരം ക്ഷേത്രത്തിന്റെ വടക്ക് പുറത്താണ് തീർത്ഥക്കിണർ സ്ഥാപിച്ചതെങ്കിൽ, പുതിയതെങ്കിൽ ഹരിപുരത്തെ ക്ഷേത്രത്തിന്റെ തെക്ക് വശത്ത് സ്വാമിയാർ മഠത്തിന്റെ മുന്നിൽ 2ാമത്തെ കിണർ കൂടി സ്ഥാപിച്ചു. 2ാമത്തെ കിണർ സ്ഥാപിച്ചു. ഉച്ചകഴിഞ്ഞ് 3-ന് സമർപ്പണവും 3:15-ന് പ്രസാദമായി കഞ്ഞി വീഴ്ത്തലും നിർവഹിക്കപ്പെട്ടു.
SNDP യോഗം 2349 നമ്പർ കണ്ണാടി കിഴക്ക് ശാഖ ശ്രീ ശിവഗിരീശ്വര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണം നടത്തി. രാവിലെ ഗുരുപൂജയോടെയാണ് കർമ്മങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് ശാന്തി ഹവനം, സുബ്രഹ്മണ്യ പൂജ തുടങ്ങിയ ക്ഷേത്രകർമ്മങ്ങൾക്ക് ശാന്തി മിഥുൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 11-ന് ഗുരുദേവന്റെ മഹാസമാധി എന്ന വിഷയത്തെക്കുറിച്ച് ധർമ്മപ്രചാരക സോണി സീതാറാം പ്രഭാഷണം നടത്തി. സമാധി മണ്ഡപത്തിന്റെ പണി ഇതിനിടയിൽ MP മുത്തേടത്തിന് പലപ്പോഴും സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരിക്കലും പണി ഒത്തുവെക്കേണ്ടി വന്നില്ല. അതെല്ലാം ഭഗവാന്റെ കൃപാകാരുണ്യം തന്നെയാണ്. പിന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ മുടങ്ങിപ്പോയ ചില വർക്കുകൾ അദ്ദേഹത്തിന് തിരികെ കിട്ടുന്നു. അതുപോലെ ലഭിക്കാതിരുന്ന കോൺട്രാക്ട് കരാർ തുക ലഭിക്കുന്നു. ഇങ്ങനെ ഭഗവാൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. എന്തായാലും വളരെ ഭംഗിയായിട്ട് മഹാസമാധി മണ്ഡപത്തിന്റെ പണി പൂർത്തിയാക്കി. ഈ സമയമായപ്പോഴേക്കും അവിടെ പ്രതിഷ്ഠിക്കാനുള്ള തൃപ്പാദങ്ങളുടെ മാർബിൾ പ്രതിമയും തയ്യാറായിരുന്നു. പ്രഭാഷണത്തിന് ശേഷം ക്ഷേത്രത്തിൽ നിന്നും ശാന്തിയാത്ര ആരംഭിച്ചു. മാടാമ്പാക്കൽ ജംഗ്ഷൻ വഴി ശാന്തിയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. ശാഖായോഗം പ്രസിഡന്റ് MR സജീവ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ PM ബിനോഷ്, സുഭദ്ര പുഷ്പാങ്കദൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 1:30 മഹാപ്രസാദമൂട്ട്, 3:15 കൂട്ട പ്രാർത്ഥന, ഉപവാസ സമർപ്പണം എന്നിവയോടെ ചടങ്ങുകൾ സമാപിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭ പുളുങ്കുന്ന് പഞ്ചായത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനം ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭ മുൻ രജിസ്ട്രാർ R സലീം കുമാർ തെങ്ങണ ഉദ്ഘാടനം ചെയ്തു. രാവിലെ 8-ന് പുളിങ്കുന്ന് കിഴക്ക് അമ്പനാപ്പള്ളി ഗുരു ജംഗ്ഷനിൽ ഗുരുദേവ മണ്ഡപത്തിൽ മേഖലാ കമ്മിറ്റി രക്ഷാധികാരി ചന്ദ്രൻ പുളിങ്കുന്ന് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് വിശേഷാൽ പൂജ, ഗുരുപൂജ, അർച്ചന, ഗുരുദേവ കൃതികളുടെ പാരായണം, സമൂഹ പ്രാർത്ഥന എന്നിവ നടത്തി. രാവിലെ 10-നായിരുന്നു ധർമ്മചര്യ മഹായജ്ഞം സത്സംഗമം. മഹാസമാധി ദിനത്തിൽ നമ്മൾ ആദ്യവസാനം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരു ആത്മപരിശോധന നടത്തണം എന്നുള്ളതാണ്. ഗുരുവിന്റെ ആഹ്വാനങ്ങൾ, ഗുരുവിന്റെ മഹത്തായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനത്തിലും സമാധി ദിനത്തിലും ഇതേപോലെയുള്ള വലിയ പ്രവർത്തനങ്ങളും പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒരു ആത്മപരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. എത്രമാത്രം ഗുരുവിനോട് നീതി പുലർത്തിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സമ്മേളനത്തിൽ സഭാ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് KC ഷാജിമോൻ അധ്യക്ഷനായിരുന്നു. ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര സമിതി അംഗം അഡ്വക്കേറ്റ് പ്രകാശ് മഞ്ഞാണിയിൽ മഹാസമാധി വിശ്വശാന്തി സന്ദേശം നൽകി. മേഖലാ സെക്രട്ടറി PV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PC പവിത്രൻ, PR അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭ മുൻ മണ്ഡലം സെക്രട്ടറിയും ദീർഘകാലം ശിവഗിരി തീർത്ഥാടന പദയാത്രികനുമായിരുന്ന NK വാസു തുടുപ്പിലിനെ സമ്മേളനത്തിൽ ആദരിച്ചു. സമ്മേളനത്തിന് ശേഷം സമൂഹ പ്രാർത്ഥനയും ഗുരുപൂജ പ്രസാദമായി അന്നദാനവും നടത്തി. ഉച്ചകഴിഞ്ഞ് 3:30-നായിരുന്നു മഹാസമാധി പൂജയും പുഷ്പാർച്ചനയും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണ്ണ ഗ്രാമിന് 6,960 രൂപ, പവന് 55,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.